മലയാളത്തിൻ്റെ മമ്മൂക്ക നിരവധിയായ വേഷങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചപ്പോൾ അത് കണ്ട് അത്ഭുതപ്പെട്ടത് നമ്മൾ മലയാളികൾ മാത്രമായിരുന്നില്ല. ഭാവങ്ങളുടെ വ്യത്യസ്തതകൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാറി വിരിഞ്ഞപ്പോൾ ആ കഥാപാത്രങ്ങൾ കവർന്നത് മലയാളിയുടെ മാത്രം മനസ്സുമായിരുന്നില്ല. മമ്മൂട്ടി മലയാളികളെ അറിയുന്നിടത്തെല്ലാം ഈ പേരും സുപരിചിതമാണ് എന്നത് യാത്രകളിലൂടെ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളിലൊന്നായിരുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഞാൻ ചെന്നെത്തുമ്പോഴും പലപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ മമ്മൂട്ടിയുടെ നാട്ടുകാരൻ എന്നത് കൂടിയായിരുന്നു. ഇന്നിതാ ഇങ്ങ് ശ്രീലങ്കയിൽ അദ്ദേഹം എനിക്കൊരു ഫാമിലിയെ തന്നെ തന്നിരിക്കുകയാണ്. അതെ, മമ്മൂട്ടിയുടെ കടുത്ത ആരാധികയായ ദീപ്തിയുടെ ഫാമിലി. ഞാൻ മമ്മൂട്ടിയുടെ നാട്ടുകാരൻ ആണ് എന്നത് തന്നെയായിരുന്നു ഈ ഗ്രാമത്തിലേക്കും ഇവരുടെ കുടുംബത്തിലേക്കും എനിക്ക് ക്ഷണം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം. ഇനി ദീപ്തിയോടൊപ്പം നമുക്ക് ശ്രീലങ്ക കാണാനിറങ്ങാം ഓട്ടോയിൽ, അതും കടുത്ത മോഹൻലാൽ ആരാധകനായ എൻ്റെ കൂടെ. ഹലോ, നമസ്തേ. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ഇതാ നമ്മളുടെ ശ്രീലങ്കയുടെ മലനിരകളിൽ നിന്നും എൻ്റെ വലത് സൈഡിലുള്ളത് കവി, നമ്മളുടെ ദീപ്തി. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ പരിചയപ്പെട്ട നമ്മളുടെ ദീപ്തിയുടെ ബ്രദറാണ്. അപ്പം ഞങ്ങളുണ്ടല്ലോ ഇവിടെ. ഇതാ ഇവരുടെ ഇസ് ഇറ്റ് ഹാവ് എനി നെയിം ഫോർ യുവർ ഓട്ടോ? നോ, പേരിടാത്ത നമ്മളുടെ ഓട്ടോയുമായിട്ട് ഇതാ ഈ ഒരു നാട് കാണാനായിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വാട്ട് ഐ സെഡ് സ്വാഗതം. സ്വാഗതം സ്വാഗതം സ്വാഗതം. ഓക്കെ, അപ്പോൾ വായോ എല്ലാവരും. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. യൂട്യൂബിൻ്റെ അൽഗോരിതം ഇപ്പോൾ വർക്കാവണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും വേണം. അപ്പം എല്ലാവരും റെഡിയല്ലേ നമ്മളുടെ ശ്രീലങ്കയുടെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണാനായിട്ട്? ഓക്കെ, ശ്രീലങ്കയുടെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം കേട്ടോ. ദീപ്തിയുടെ ബ്രദറിന് സിംഹളയും പിന്നെ കുറച്ച് ഇംഗ്ലീഷും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസൊക്കെ ദീപ്തി ത്രൂ തന്നെയാണ് കേട്ടോ. എന്നെ ദൂരെയുള്ളൊരു മല ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാ ആ കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോകുന്നത്, അവിടേക്ക് ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഹപ്പുതല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് ട്രെയിൻ പിടിച്ചിട്ടാണ് ആ മേലോട്ടേക്ക് കയറാൻ പോകുന്നത്. യഥാർത്ഥമായിട്ടുള്ള ഒരു കൃഷിയൊക്കെയുള്ള, പ്രധാനമായിട്ട് കൃഷി വരുമാനമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവരുടെ ഗ്രാമം ശരിക്കും കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വന്നിറങ്ങിയ അതേ ജംഗ്ഷനിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതിനെ ഒരു വലം വെച്ചിട്ട് ഇവിടെ നിന്നും കറങ്ങി പോകണം. ഇവരുടെ വീട് അങ്ങോട്ടേക്കാണ് കേട്ടോ. നമ്മൾ നേരെ പെട്രോൾ പമ്പിലോട്ടാണ് വന്നത്. ലങ്കയിലെ പെട്രോൾ പമ്പിലെ ഇന്നത്തെ പെട്രോളിൻ്റെ റേറ്റ് വന്നിട്ട് 299 ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലായതാണ് ഈ ഒരു സ്ഥലവും കേരളവും തമ്മിലുള്ള സാമ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമ്മുടെ ക്യാൻഡിയിൽ നിന്നും കൊളംബോയിൽ നിന്നൊക്കെ വളരെയധികം ദൂരെ ഇൻറ്റീരിയറിലുള്ള ഒരു ഗ്രാമപ്രദേശത്തിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഗ്രാമങ്ങളും ഇവിടുത്തെ കാഴ്ചകളും അല്ലേ നിങ്ങൾക്കും കാണേണ്ടത്? കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. ഇവിടുത്തെ ഒരു ടീ ഫാക്ടറി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഈ ഉവാ ഹപ്പുത്തലെ വാലി ടീ ഫാക്ടറി, ഇതാണ് പഴയൊരു ടീ ഫാക്ടറിയാണ്. This province is known as Uva province, right? Yeah, you can see Uva. Yeah, I seen that. That is the province. ഇവർ ഊവ് എന്നാണ് കേട്ടോ പ്രൊനൗൺസ് ചെയ്യുന്നത്. Central province. ഓക്കെ, നമ്മളുടെ നാട്ടിലെ ഈ ഒരു സ്റ്റേറ്റ് വരുന്ന പോലെ ഇവരുടെ ഇവിടെ പ്രൊവിൻസ് എന്നാണ് കേട്ടോ പറയുന്നത്. ടോട്ടൽ 9 പ്രൊവിൻസ് ആണ്. ടോട്ടൽ 9 പ്രൊവിൻസ്, റൈറ്റ്? 9 പ്രൊവിൻസ് ആണുള്ളത്. നമ്മളെ ആ ഒരു തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് കൂടിയുള്ള വഴിയിലൂടെ പതുക്കെ മല കയറി തുടങ്ങി ഹപ്പുത്തലയിലേക്ക്. അങ്ങോട്ടേക്ക് ബസ് സർവീസും ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ദിസ്? ഗ്ലെനോർ is tea estate name. ഓക്കെ, ഇതൊരു ഈ ഒരു ടീ എസ്റ്റേറ്റ് അവരുടെയാണ് കേട്ടോ. നമ്മുടെ കണ്ണന്തേവൻ എന്നൊക്കെ പറയുന്ന പോലെ ഗ്ലെനോർ കൊള്ളാല്ലേ? എക്സാക്ട്ലി, ഇറ്റ്സ് ലൈക്ക് മൂന്നാർ. എന്നോട് പറയായിരുന്നു കേട്ടോ, ഇത് മൂന്നാർ പോലെ ഇല്ല ഞങ്ങളുടെ. You seen the videos of Munnar? Yeah, a lot. I'm a diehard fan of Malayalam and Kerala, you know. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ദീപ്തി ഉണ്ടല്ലോ ഭയങ്കര നമ്മുടെ മലയാള സിനിമകളുടെ അതുപോലെ തന്നെ മലയാളികളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. എന്നോട് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത്. കാരണം ഞാൻ അങ്ങനെ വീഡിയോകളിലും മറ്റുമായിട്ട് കണ്ട ഒരു നാട്ടിൽ നിന്നും എൻ്റെ നാട് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. അപ്പോൾ ആളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അതാണ് എന്നൊക്കെയുള്ളത്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് രാവിലെ തന്നെ ചോറ്, അതായത് നമ്മളുടെ വട്ടേരി ചോറ്, ചൂരക്കറി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാ വന്നത്. ഓക്കെ, ഞങ്ങൾ നമ്മളുടെ ജക്കാന്ത്ര എന്താ എന്താ പറയുന്നതിന് ആ സാധനമൊക്കെ ഇവിടെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മളിത് ആ ഒരു ജക്കാന്ത്രയുടെ ചുവട്ടിൽ ഇതാ വണ്ടി വെച്ചു.
നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇതൊരു താഴോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് അങ്ങോട്ട് ഇതായിട്ട് ഇതുണ്ട ഫുള്ള് തേയിലപ്പാടങ്ങളാണ് കേട്ടോ. ഇതാ അങ്ങോട്ടേക്ക് എല്ലാം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻ ദിസ് റീജിയൻ ദ മെയിൻ ഫാമിംഗ് ഈസ് tea plantation, right? Tea plantations and cultivations. Okay, like potato, carrot, cabbage. Okay, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളുടെ വട്ടവടയിലൊക്കെ ഉള്ള സാധനങ്ങളില്ലേ, നമ്മളുടെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയും കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. Again we are climbing, right? Yeah, this is very huge mountains. മേലോട്ട് ഉയരങ്ങളിലേക്ക് മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ലേ? വാ ശ്രീലങ്കയ്ക്ക് വാ. ഇച്ചിരി കൂടി ഒന്ന് കയറിയപ്പോൾ ഉണ്ടല്ലോ വീണ്ടും ആത്മാക്കളുടെ സന്തോഷം. ആഹാ, നല്ല ഹെവി റെയിൻ. മഴ പെയ്യുന്നതിൽ പക്ഷേ ഉണ്ടല്ലോ നമുക്ക് നിരാശയില്ല. കാരണം മഴ പെയ്യുന്നത് ഈ ഒരു നാടിൻ്റെ സൗന്ദര്യം കൂട്ടുമെന്നാണ് ദീപ്തി പറഞ്ഞത്. കാരണം മിസ്റ്റൊക്കെ വന്നിട്ട് വല്ലാത്തൊരു മിസ്റ്റി ഫീലായിരിക്കും, മിസ്റ്ററി ഫീൽ. വരുന്ന വരവിലുണ്ടല്ലോ ഈ ഒരു കുന്നിൻ്റെ ചെരുവിൽ ഇവിടെ ഒരു നമ്മളുടെ തമിഴ്നാട് ശൈലിയിലൊക്കെയുള്ള ഒരു അമ്പലമുണ്ട്. വണക്കം. ഓക്കെ, അപ്പം അവരവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതാണ് അമ്പലം കേട്ടോ. അപ്പം ജസ്റ്റ് മഴ പുറത്ത് നല്ലോണം പെയ്യുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയുള്ള തമിഴ് വംശരായിട്ടുള്ള ആളുകളാണ് ഇവിടെ അധികം വരുന്നത്. കുറച്ചറിയും. എങ്ങനെ അറിയാം? കുറച്ചറിയാം. എന്തായാലും അങ്ങനെ ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം ശ്രീലങ്കയിലുള്ള ഒരുപാട് ആളുകൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം ഇപ്പം അവരുടെ കൂടെ മലയാളികളായിട്ടുള്ള ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിലും മലയാളം കുറച്ച് അറിയാവുന്ന ആൾക്കാരെ ഞാൻ കാണലുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇവർ അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടി ഇന്ന് എന്തോ പൂജ ഉണ്ടെന്ന് തോന്നുന്നു. വരുമ്പോൾ ആളുകൾക്ക് കൊടുക്കാനുള്ള പ്രസാദം അത് ഉണ്ടാക്കുന്നുണ്ട്. ചോറും അതുപോലെ തന്നെ ചെറുപയറും പിന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളിട്ട കമൻറ്റുകളൊക്കെ ദീപ്തിയും ഫാമിലിയും കണ്ടിട്ടുണ്ട്. അവരെല്ലാവരുടെ സ്നേഹം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളോടും ഒരുപാട് നന്ദി. സ്നേഹമുള്ള എനിക്ക് തന്നെ കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് കമൻറ്റുകൾ ഞാനും വായിച്ചു കേട്ടോ. മേളിക്കൂടി ഉണ്ടല്ലോ, അയ്യോ ട്രെയിൻ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലൈൻ വഴിയാണ് ഇപ്പം ട്രെയിൻ പോയത്. നോക്കിയാൽ മലയുടെ മേലെ കൂടി. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളുടെ മൂന്നാറിലേക്ക് അങ്ങനെ ഒരു റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. എപ്പോഴത്തെ ആയിരുന്നു 1920-ലോ 30-ലോ അങ്ങനെ എന്തോ ഒരു വെള്ളപ്പൊക്കത്തിൽ മൊത്തം ഒലിച്ചു പോയതാണെന്നുള്ളത്. നഷ്ടം. നമ്മളൊരു ജംഗ്ഷനിലേക്ക് വന്നെത്തിയേ. ഇവിടെ നിന്നുണ്ടല്ലോ നമ്മളിത് ജസ്റ്റ് റൈറ്റ് കയറി ഇവിടെ നിന്ന് മേലോട്ടേക്ക് പോവുകയാണ്. എഡിസൺ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നാട്ടിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള കണ്ട ഞങ്ങൾ യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു ബംഗ്ലാവ് കാണാനായിട്ട്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു റീപ്ലാന്റേഷൻ നടക്കുകയാണ്. പ്ലാന്റേഷൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പറിച്ചെടുത്തിട്ട് പുതിയതായിട്ടുള്ളത് നടുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് മണ്ണ് കാണാൻ പറ്റുന്നത്, ടീച്ചെടികളില്ലാതെ. ടൂറിസ്റ്റുകളുണ്ടല്ലോ താഴെ ബസ് ഇറങ്ങിയിട്ട് നടന്ന് മേലോട്ടേക്ക് പോകുന്നവരുണ്ട്. നമുക്ക് പിന്നെ സ്വന്തമായ വണ്ടി ഉള്ളത് കൊണ്ട് നടക്കണ്ടല്ലോ. ചെറിയൊരു ഫോറസ്റ്റ് പോലത്തെ റീജിയനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ബട്ട് കൊള്ളാം കേട്ടോ. ഈ ഒരു ഏരിയ വല്ലാത്തൊരു സൗന്ദര്യമുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ് കവാടം കിടക്കുന്നത്. കവി വന്നില്ല. കവി അവിടെ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച് അവർ ഇതെല്ലാം ഇവിടെയെല്ലാം എപ്പോഴും വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ്. ഓക്കെ, 100 രൂപ ഒരാൾക്ക് വെച്ചിട്ട് ബാക്കിയിട്ട് തരും. അപ്പം ഇവിടെ ഉണ്ടല്ലോ പുറത്തുനിന്നുള്ളവർക്കും അകത്തുനിന്നുള്ളവർക്കും എല്ലാവർക്കും ഒരേ റേറ്റാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. ആ ഒരു മഴ ബിക്കോസ് ഓഫ് ദാറ്റ് റെയിൻ നൗ ഇറ്റ്സ് ഫീലിംഗ് ഫ്രഷ്. ഇത് ഇതുണ്ടെങ്കിൽ ആ ഒരു മഴ പെയ്ത് എന്തുകൊണ്ടും നല്ലതാണ്. ആ ഒരു തിളക്കവും ആ ഒരു പച്ചപ്പിൻ്റെ ഭംഗിയും ഇത് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് എഡിസൺ ബംഗ്ലാവ് കാണാം കേട്ടോ. ഇത് കൊള്ളാം. 1931-ലാണ് കേട്ടോ ഈ ഒരു ബംഗ്ലാവ് ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. പ്രധാനമായിട്ടും മരവും അതുപോലെ തന്നെ എന്താണ് ഉള്ളതെന്നുള്ളത് നമുക്ക് അവിടെ പോയി കണ്ടാൽ പോരെ അല്ലേ. അങ്ങോട്ടേക്ക് നടക്കുന്ന വഴിയുണ്ടല്ലോ, ഇതുണ്ട് നല്ല പൂക്കളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഉദ്യാന ഏരിയ. അതാണ് നമ്മൾ ആദ്യമേ സ്വാഗതം ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു മതിലിന് വരെ ആ ഒരു ഭംഗിയുണ്ട് കേട്ടോ. മരം കൊണ്ടുണ്ടാക്കിയ കറുത്ത മതിലുകൾ, അതിനോട് ചേർന്നിട്ടുള്ള പിങ്ക് പൂക്കൾ, നീലല്ലല്ലോ ഇത് വയലറ്റ് പൂക്കൾ. അങ്ങനെ മൊത്തത്തിലൊരു ഭംഗി, മൊത്തത്തിലൊരു രസം. ഇതുണ്ടോ നല്ല പഴക്കമുള്ള പഴയ
പൈൻ മരമല്ല, അത് വേറെ എന്തോ ഒരു മരം. എനിത്തിങ് സ്പെഷ്യൽ there? What? In here? All flowers and some statues. ഇവിടെ നിന്ന് കയറുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു ഉദ്യാനത്തിൻ്റെ ഭംഗി നല്ല രീതിക്ക് കാണാൻ പറ്റുന്നത്. വാവ്. മൗണ്ടനിലെ ക്ലൈമറ്റ് ആണ്, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും again rain started. Mountains will be like this only. Yeah, it's basically. പക്ഷേ ഇത് രസമാണ് ഇവിടുത്തെ ആ ഒരു മഴ. ഇനിയും ഇപ്പോൾ നമുക്ക് നമ്മളുടെ ബംഗ്ലാ കാണാം. ഓ മൈ ഗോഡ്. ഈ നാട്ടുകാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഫോട്ടോ എടുക്കുക മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഓയ്യോ, നല്ല രീതിക്ക് മഴയാകുന്നുണ്ടല്ലോ. എന്തായാലും ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ വീണ്ടും ഒരു ഇതുപോലത്തെ ഒരു നിങ്ങൾ കണ്ട സാധനം തന്നെ. അയ്യോ മഴ. Come on, run. You have umbrella? We can go through that. No. Yeah. The umbrella is in the wheel. Okay. No problem. ഈ മഴ നനയാനുള്ളതാണ്. ഇതാ ഇവിടെ നിന്ന് നോക്കി നമ്മൾ അവിടെ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് വന്നു. ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു മുഴുവനായിട്ടുള്ളൊരു രൂപം നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ഇതുണ്ട്, ഒരു പൂന്തോട്ടവും അവിടെ യേശുവിൻ്റെ ഒരു പ്രതിമയൊക്കെ അവിടെ ഉണ്ട്. അതിനോട് ചേർന്നിട്ടാണ് ഒരു മെയിൻ ബിൽഡിംഗ് അവിടെയും, അതുപോലെ തന്നെ അതിനൊരു കണക്ട് ചെയ്തിട്ട് മറ്റൊരു ഏറ്റവും വലിയ ബിൽഡിംഗ് ഇവിടെ. വീട് പണിതതിന് ശേഷം ഉണ്ടല്ലോ, അന്ന് മുതൽ 1931 മുതൽ ഇന്ന് വരെ നിർത്താതെ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇതിൻ്റെ മേലെ കാണുന്ന ആ ഒരു വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള അതുണ്ടെങ്കിൽ ആ ഒരു സാധനം. ഇപ്പോൾ ചിമ്മിനിയാണോ അത്? അല്ല, വെൻറ്റിലേഷന് വേണ്ടി തന്നെ ഉള്ളതല്ലേ. എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം? ചെറുതായിട്ടൊന്ന് പെയ്തിട്ട് മഴ അങ്ങനെ നിൽക്കുമല്ല, ശരിക്കും ഒന്ന് സ്ലോ ആയി. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് കേട്ടോ. മഴ അങ്ങനെ അധികം നേരം നിന്ന് പെയ്യുന്ന പരിപാടി ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. 1931 ഞാൻ പറഞ്ഞു. 1931 സർ തോമസ് വില്യംസൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആളൊരു പ്ലാന്ററൊക്കെയാണ് കേട്ടോ. പുള്ളിക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു വീട് നിർമ്മിച്ചത്. ഇതിനോട് ചേർന്ന് തന്നെ ഇതാ ഒരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ചായ, കോഫി, ഐസ്ക്രീം എന്തും കഴിക്കാവുന്ന. ജനുവരി മാസമാണ് കേട്ടോ ഇവിടെ ഏറ്റവും കുറവ് തണുപ്പുണ്ടാകുന്നത്, 9 ഡിഗ്രിയൊക്കെ. പക്ഷേ ഇവർ നിൽക്കുന്ന ഇവരുടെ ഒരു ഗ്രാമമില്ല, അവിടെ 4 ഡിഗ്രിയൊക്കെ, അതായത് നമ്മളുടെ ഏകദേശം മൂന്നാറിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റ് ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നമ്മളുടെ ആ ഒരു മൗണ്ടൻസിൻ്റെ വ്യൂ കാണാൻ പറ്റും. Is it have any name for that mountain range? That is Nuwara range. Peak points in Sri Lanka. And train routes also go through there. Through the mountain? Yeah. Okay. ആ മലനിരകളിലൂടെയാണ് കേട്ടോ ഇതിങ്ങനെ കറങ്ങി പോകുന്നത്. എന്തായാലും ഈ ബ്രിട്ടീഷുകാർ സമ്മതിക്കണം കേട്ടോ. അവരുടെ ആ ഒരു ഈ മലയുടെ മേലോട്ടൊക്കെ ട്രെയിൻ കൊണ്ടുവരാനുള്ള ആ ഒരു ബുദ്ധി ആദ്യമേ ഉദിച്ചതും അതങ്ങനെ ചെയ്തു നോക്കുക ഭംഗിയാണ്. എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, ഇത് ഏതാ കമ്പനി? ഇത് ബെല്ലിയാണോ? അല്ല, ഏതായത്? എന്തായാലും പഴയൊരു നമ്മുടെ അംബാസിഡർ കാറൊക്കെ പോലെ അതിനേക്കാളും ഒരിതുള്ള പ്രൗഢിയോടെ ഒരു വണ്ടി ഇതാ എപ്പോഴും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു കഫറ്റീരിയ ആയിരുന്നു ആ ഒരു ഭാഗം, പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇതിൻ്റെ കാഴ്ച. നിറയെ പൂക്കൾ, അതും റോസാപ്പൂക്കളൊക്കെ ഇതാ ഇവിടെ ആർച്ച് പോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. ചിന്തിക്കുക, ഇതൊരു സീസൺ ടൈം അല്ല. നമ്മളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി കാര്യങ്ങളൊന്നും അനുവദിക്കത്തില്ല. ശരിക്കും ഉണ്ടല്ലോ നമ്മൾ പണ്ട് ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ നെരിപ്പോടുകൾ, വലിയ ഹാള്, അതുപോലുള്ളൊരു പഴക്കം ചെന്ന ഒരു ബിൽഡിങ്, ആ ഒരു പഴമ, ആ ഒരു പ്രൗഢി അതുപോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചർ, അവർ അന്ന് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് കരിങ്കല്ലും അതുപോലെ തന്നെ മരം, ജനലുകൾ മരമാണ്, ബാക്കി എല്ലാ സാധനങ്ങളും കരിങ്കല്ലും. അതിൻ്റെ മേലത്തെ റൂഫ് ടോപ്പിൽ എന്താ സാധനം എന്ന് എനിക്കറിയില്ല. പിന്നെ മേളിൽ കറങ്ങുന്ന സാധനമില്ലേ, ആ ഒരു കറങ്ങുന്ന സാധനം ശരിക്കും ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലുള്ള നെരിപ്പോടിലെ പുക മേലോട്ടേക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. എന്തായാലും ശ്രീലങ്കയിൽ ഇത് നോർമലി ഈ ഒരു ഭാഗത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഇടമല്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഭയങ്കര രസമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും മഴ പതുക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞാൻ ഇന്നിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ജേഴ്സി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ദീപ്തി ഇവിടെ വന്നപ്പോൾ ഗിഫ്റ്റായിട്ട് തന്നെയാണ്. ഈസ് ഇറ്റ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ജേഴ്സി? No. No, not cricket, but Moose. You can see Moose. That is the sponsorship. Okay, let's go then. Boleh hai bahai? ചെയ്യാൻ തുടങ്ങി, കുറച്ച് പറ്റിയായി.
നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴുള്ളത് കൊണ്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകൾ ഒരുപാട് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള, ഞാൻ ഇപ്പോഴും പറയുന്നു വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ, നമ്മൾ സിഗ്രിയിലൊക്കെ കണ്ട പോലെ ഒന്നും ഇവിടെയില്ല, വന്നിറങ്ങുന്നുണ്ട്. പോലീസ് ചെക്കിങ് ഇവിടെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പം ചെക്കിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു സർ? ഹൗ ആർ യു? Fine, fine, I am fine. ഓക്കെ. Where are you from? I'm from India, Kerala. Kerala. Yes. അപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ Kerala കാണിക്കാം. and language on Kerala, no? യെസ് മലയാളം. Malayalam. I'm making travel video of Sri Lanka. മലയാളം. No, Malayalam. Malayalam only. No, he can speak English, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കു, കന്നഡ, Hindi. ഹിന്ദി, ഇംഗ്ലീഷ്. No, tell me. தமிழ் also I know. தெரியும். Tamil தெரியுமா? ஆமா ஆமா, நல்லா பேசுவீங்களா? நல்லாவே கொஞ்சம் கொஞ்சமா பேசும். கொஞ்சம் கொஞ்சம் பேசல, நல்லா பேசுவீங்க. நல்லா ரொம்ப தமிழா இருக்கு. ஆமா. Yeah, I can speak Okay, Sinhala. sir. Okay. Oh, what? Sinhala you speak? No. Yeah, my mother language is Sinhala. Sinhala போடுவோம். Yeah. അതിൽ സംസാരിച്ച ഒരു പോലീസുകാരനില്ല, പുള്ളിക്കാരൻ വന്നിട്ട് ഇവിടുത്തെ തമിഴ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളാണ്, മറ്റേ ആൾ സിംഹള സംസാരിക്കുന്നതാണ് കേട്ടോ. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മിക്സ്ഡ് ആണ്. ഇപ്പം നമ്മൾ പതുക്കെ ഇതാ അങ്ങനെ ഹപ്പുത്തലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ശരിക്കും ഒരു മിസ്റ്റി ടൗൺ ആണ്. അതായത് മിസ്റ്റ് ഇങ്ങനെ വന്ന് നിറയുന്ന ശ്രീലങ്കയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ടൗണുകളിലൊന്നാണ് കേട്ടോ ഈ ഒരു ഹപ്പുത്തല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം മിസ്റ്റ് ഇല്ല, അവിടെ മാത്രമേ മഴയുള്ളൂ, ഇവിടെ മഴ വന്നിട്ടില്ല. ഇതാ താഴെ കൂടെ റെയിൽവേ ലൈൻ പോകുന്നത് നമുക്ക് കാണാം. കണ്ണങ്ങളെ ടൗണിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് ഒരു പ്ലെയിൻ ഏരിയ നമുക്ക് താഴോട്ടേക്ക് കാണാം. വിച്ച് ഏരിയ ദാറ്റ് വൺ? That plain region? There are 5 districts we can see from here. Okay, 5 districts. In Which of that southern one? province. Southern Yeah. Okay. Hambantota, Malzara, and Monaragala. Okay. And അതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഒറ്റ those are നോട്ടത്തിൽ കാണുന്നത്. districts. ഓക്കെ In southern province and also from Uva province and central province too. ഓക്കെ. ശരിക്കും പറഞ്ഞാലേ നമ്മൾ മേഘത്തിനും മേലെയാണ് കേട്ടോ. കണ്ടങ്ങൾ മേഘം നമ്മുടെ താഴെയാണുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്ത് അവിടെയൊക്കെ കണ്ടെങ്കിൽ പല ലേക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടെങ്കിൽ അതെല്ലാം ഓരോ ലേക്കുകളാണ്. ടെൽ മീ അബൌട്ട് യുവർ സ്റ്റഡീസ്. My studies. Yeah. I studied higher diploma in criminology and Okay. also higher diploma in information and communication technology Okay. Oh. and IT and criminology. Okay. Now you are looking for job, right? Abroad. Okay. I'm planning to migrate. മൈഗ്രേറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആക്ച്വലി ഉണ്ടല്ലോ ഇവർ പഠിത്തം കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്രമം, എന്താ പറയുക, ജോലി നോക്കുന്ന ഒരു ടൈമാണ്. ആക്ച്വലി ഉണ്ടല്ലോ കവി വന്നിട്ട്, കവി യു ആർ സ്റ്റഡിങ് സെയിലർ, അത് ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ യു ഹാവ് വെക്കേഷൻ ഓർ യു കംപ്ലീറ്റഡ് യുവർ സ്റ്റഡി? കംപ്ലീറ്റഡ്, വെയിറ്റിംഗ് ഫോർ ദ ജോബ്. Now on the vacation because of our ഓ issue. ഓക്കെ ഓക്കെ. പുള്ളി കൊളംബോയിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. ഹപ്പത്തലയും അത്യാവശ്യം ഇതുണ്ടെങ്കിൽ വലിയൊരു ടൗൺ തന്നെയാണ് കമ്പാരിറ്റീവ്ലി. ഈ കാണുന്ന കൊടിയുണ്ടല്ലോ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ, അവരുടെ കൊടിയാണ് കേട്ടോ. ഒരു പിങ്ക് കലർന്ന കൊടിയാണ്. ഇതാ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതാ റെയിൽവേ ലൈനൊക്കെ ഇതാ റോട്ടിൽ കൂടിയൊക്കെ ക്രോസ് ചെയ്ത കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടങ്ങൾ ഇതാ റെയിൽവേ ലൈൻ പോകുന്ന. ഓ മിസ്റ്റ് ഈസ് കമ്മിങ്. മിസ്റ്റ് വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്. റെയിൽവേ സ്റ്റേഷൻ ഹപ്പുത്തല കണ്ടില്ലേ സ്പെല്ലിംഗ് ഒക്കെ. ഓട് മേഞ്ഞ പഴയൊരു ബിൽഡിംഗ്. ആക്ച്വലി ഇത് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇവിടുന്ന് കൊളംബോക്കൊക്കെ സർവീസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ആരോ 3 പേരും എങ്ങനെ പോവാ? ഞങ്ങൾ രണ്ടുപേരും. ഓക്കെ, ദെൻ സീ യു ദേർ. ഓക്കെ, ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു റെയിൽവേ സ്റ്റേഷൻ, അതായത് നമ്മുടെ കവി പോയിട്ട് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ പോയിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുള്ളി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേ ഈ ഒരു ട്രെയിൻ ജേണി എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയണല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും ട്രെയിൻ കയറാൻ പോവുകയാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്രീലങ്കയുടെ റെയിൽവേ റൂട്ടാണ്. ഈ ഒരു ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ പറയുന്ന ഹപ്പുത്തലേറ്റു ആ റൂട്ട്. ടിക്കറ്റ് എടുക്കാം. ഇതാണ് കേട്ടോ ടിക്കറ്റ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു ടിക്കറ്റ്. അപ്പം അതുപോലെ തന്നെയുള്ള റെയിൽവേ ടിക്കറ്റ്. ഹായ്, ഞാനത് ഇവിടെ കണ്ടു. 2 ടിക്കറ്റ്. ഇവിടെ നിന്ന് 60 രൂപയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. ഇവിടെ കൊടുത്തു, പഞ്ച് ചെയ്ത് വാങ്ങി. സോ അത് യൂസ്ഡായി കേട്ടോ, യൂസായി. ഇനിയിപ്പോൾ ഇവിടെ വരും ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നോക്കി ഞങ്ങൾ സുന്ദരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, പഴയ ആ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതാ പതിയെ മിസ്റ്റ് കയറി വരുന്നുണ്ട് കേട്ടോ നമ്മളുടെ തേയിലത്തോട്ടങ്ങളിലേക്ക്.
ബ്യൂട്ടിഫുൾ. They said the train is coming to second platform. സെക്കൻഡ് പ്ലാറ്റ്ഫോം. Yeah. ഇവിടെ നമുക്കുണ്ടല്ലോ ഇതാ പുറത്തു നിന്നുള്ള കുറച്ചധികം ടൂറിസ്റ്റുകളെയും അവരും ഇത് കാണാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊക്കെ വന്ന് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആൾക്കാർ കാണാം കേട്ടോ. അട്ടിപ്പോളെ. Kattipole. ഓക്കെ, ദാറ്റ് ഈസ് ദ Highest railway station in Sri Lanka. ശ്രീലങ്ക. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് 4th സ്റ്റേഷൻ, റൈറ്റ്? Yeah. 4ാമത്തെ സ്റ്റേഷനാണ് അത്. ഇവിടുത്തെ റെയിൽവേയുടെ ലൈനും മീറ്റർ ഗേജ് തന്നെയാണ് കേട്ടോ, നാരോ ഗേജ് അല്ല. മാപ്പ്. ഓക്കെ, ഇവിടെ റെയിൽവേ ലൈനിൻ്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓ, ദിസ് ഈസ് ദ മാപ്പ്. Oh, here. Near to London. We are here. Haputale. Haputale. Yeah, we are here. Okay, Haputale, Badula. From here, the last point is Badula, right? Yeah. And for Colombo. Okay. Haputale. They are going to Colombo. This is Nuwara, the coldest place of Sri Lanka. ഇത് ഇങ്ങനെയാണ്, അത് അങ്ങ് തല വേറെ ഉണ്ട് കേട്ടോ റെയിൽവേ You ലൈൻ came from വരുന്നത്. Jaffna. യെസ്, മന്നാർ, ദാ തലൈ മന്നാർ ഫയർ അവിടെയുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും ശ്രീലങ്കയുടെ ഏറ്റവും നോർത്ത് സ്റ്റേഷൻ വന്നിട്ട് മേലെ എവിടെ ഉണ്ടല്ലോ, അത് അങ്ങ് ജാഫ്ന, നോട്ട് ജാഫ്ന, കങ്കസൻ തുറൈ അവിടെയാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. KKS. നമ്മളുടെ യാത്ര നിങ്ങൾ നോക്ക്, ഇതാ അങ്ങ് ജാഫ്ന അങ്ങ് മേലെ നിന്ന് ഇതിങ്ങനെ വന്ന് ഇതാ തലൈമന്നാർ ഇവിടെയെല്ലാം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം പോയി ഇത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ട്രിങ്കുമാലി ഇതാ ഈ ഒരു സൈഡൊക്കെ പോയി അങ്ങനെ വന്ന് Been here. ഇതാ ഏകദേശം നമ്മൾ സൗത്ത് ഭാഗത്തിനോട് അടുത്ത് കേട്ടോ. ഇനി കുറച്ചുകൂടി ഇതാ ഇവിടെ നിന്ന് ഇത്രയും കൂടി ദൂരമേ ഉള്ളൂ നമ്മളുടെ ശ്രീലങ്കയുടെ ഇങ്ങേ അറ്റത്തെത്താനായിട്ട്. വി ടു സെലിബ്രേറ്റ് ദ സക്സസ്. നമ്മളുടെ ക്ലാസ് 3rd ക്ലാസ്സാണ്. നമ്മൾ ഇത് ഇപ്പം ഇവിടെ വന്ന് ജനറൽ എടുക്കില്ല, അതുപോലെ നമ്മൾ എടുത്തേക്കുന്നതാണ്. അപ്പം ഏറ്റവും മുമ്പിലായിട്ടാണ് കേട്ടോ അതിൻ്റെ ഇതുണ്ടാവുക. അപ്പോൾ നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. നിശ്ചിതം അങ്ങ് അവിടെ നിന്ന് മൂടി വരുന്നുണ്ട്. ഇത് തകർക്കും നമ്മൾ ഈ യാത്ര. ബെല്ലടിച്ചു, ട്രെയിൻ വരാറായി എന്നുള്ളൊരു സൈനാണത്. ആ ഒരു സൈഡിൽ നിന്ന് അങ്ങ് അറ്റത്തുനിന്ന് വേണം ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. Bring him to നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഒരു പൂച്ച ഇതൊക്കെ കറങ്ങി വന്നിട്ടുണ്ട്. ഇത് അങ്ങ് ദൂരേന്ന് നമ്മളുടെ ട്രെയിനിൻ്റെ തല തെളിഞ്ഞു വന്നു കേട്ടോ. പച്ച അതുപോലെ തന്നെ ചുവപ്പ് കളറുകൾ മിക്സാണ്. ആഹാ, ഡീസലാണ് കേട്ടോ, ഡീസൽ എഞ്ചിനാ. It's going to second platform. ഓ, വി നീഡ് ടു വാക്ക് ടു ദാറ്റ് പ്ലാറ്റ്ഫോം. Yeah. അത് നടുക്കൂടിയാണല്ലോ പോകുന്നത്. അതെന്തത് നോക്കി നിങ്ങൾ, അത് നടുക്കോട്ട് വളഞ്ഞ് കയറി കണ്ടങ്ങൾ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് വേണം കയറാനായിട്ട്. ചെറിയ ട്രെയിനാണ്, നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ ട്രെയിനല്ല. ഞാനെന്തായാലും ആദ്യമായിട്ടാണ് ശ്രീലങ്കയിൽ വന്നിട്ട് ഇവിടുത്തെ ട്രെയിനിൽ കയറുന്നത്. സോ അത് ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റ് തന്നെയാണ്. അതിൻ്റെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അത് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളെല്ലാം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. കമോൺ, Let's go. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങണം കേട്ടോ. We can go through there. ഓക്കെ, വി കൻ ഗോ ത്രൂ ദിസ്. ഓക്കെ, വാ. ഇതിപ്പം പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് ചവിട്ടി നമ്മൾ കയറണം. ഇതിപ്പം നമ്മളുടെ ട്രെയിനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉണ്ട് കേട്ടോ. നൈസ്. പ്രധാനമായിട്ടുള്ള വ്യത്യാസമുള്ള ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഒരെണ്ണത്തിൽ 1 2 3 4 5 6 എണ്ണം, 6 സീറ്റ് 3 പേർക്ക് ഇരിക്കാനുള്ളതും 2 പേർക്ക് ഇരിക്കാനുള്ള അതുപോലെ തന്നെ സെയിം സീറ്റുകൾ. നൈസ്. ട്രെയിൻ ഉണ്ടല്ലോ, ഫാൻ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് കറങ്ങി എല്ലാ ഭാഗത്തേക്കും കാറ്റ് കൊടുക്കുന്ന രീതിയിലുള്ളതാണ്. ഇവിടെ നിന്ന് അത്യാവശ്യത്തിൽ അധികം ആളുകൾ കയറാനുണ്ട് കേട്ടോ. നമ്മൾ കയറിയതോടുകൂടി പതുക്കെ ആ ഒരു സ്റ്റേഷനും മിസ്റ്റിൻ്റെ ഇതിലേക്ക് പിടിമുറുക്കുമെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ മൂടൽ മഞ്ഞ് കയറി വരുന്നുണ്ട്. ആളുകളെ യാത്ര ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇതുണ്ടല്ലോ ലഗേജുകളൊക്കെ കണ്ടോ കയറ്റുന്നുണ്ടല്ലോ. ലഗേജുകളൊക്കെ കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട്. അതൊക്കെ കയറുന്നവരൊക്കെ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇതാ പച്ചക്കൊടി വീശിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുക്കും. യെസ്, പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. പക്ഷേ ആ ഒരു ഹോണൊന്നും വന്നില്ല കേട്ടോ എടുക്കുന്നതിന് മുമ്പുള്ള. ഇടയ്ക്ക് ഇതാ കടല വറുത്തതൊക്കെ ആയിട്ട് ആളുകൾ ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഐസ്ക്രീം വിറ്റുകൊണ്ട് ഇതാ ഒരു ചേട്ടൻ വന്നു. ട്രെയിൻ എടുത്തതല്ല കേട്ടോ, ബ്രേക്ക് എന്തോ ചെക്ക് ചെയ്തതാന്ന് തോന്നുന്നു. എടുക്കാനായിട്ടില്ല. ഇപ്പോൾ എടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ കോട നല്ല രീതിക്ക് നമ്മളെ പോകാൻ വേണ്ടി നോക്കി നിൽക്കുവാന്ന് തോന്നുന്നു. കോട ഇങ്ങോട്ട് വരാനായിട്ട്
എന്തായാലും ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുമ്പോഴത്തേക്കും ഇതിലും നല്ല രീതിയിൽ കോട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മഴ ഇത് നല്ല രീതിക്ക് പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അകത്തോട്ട് കയറിയിരുന്നു നിങ്ങൾ, ഇല്ലെങ്കിൽ മഴ നനയും. ഒരു ട്രെയിന് വരാനുണ്ടായിരുന്നു, അത് ചരക്കല്ല, നോർമൽ ട്രെയിനാണ്. ആ ഒരു ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് ഓപ്പൺ ആയി, ആ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞതിന് ശേഷമേ നമ്മളുടെ സിഗ്നൽ ഓപ്പൺ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ട്രെയിൻ കുറച്ച് നേരം ഇവിടെ നിന്നായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളുടെ നാട്ടിലെ ട്രെയിൻ എടുക്കുന്നതിന് മുമ്പുള്ള 3 വിസിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് മൂന്നാമത്തെ അടിച്ച്. പോകുമ്പോഴുള്ള കാഴ്ച കണ്ട ഞങ്ങൾ നല്ല തേയിലപ്പാടങ്ങളാണ്. ഈ ഒരു യാത്രയിൽ ടണലുകളൊക്കെ വരാനുണ്ടെന്നാണ് കേട്ടോ ദീപ്തി പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഗ്രാമങ്ങൾ, അത് ഈ ഒരു തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുടെ ഗ്രാമങ്ങളാണ്, അതൊക്കെ നമുക്ക് കാണാം. പുക പറത്തി ശരിക്കും തീവണ്ടിയില്ല, തീവണ്ടി, ആ തീവണ്ടിയുടെ തീയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈസ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയൊക്കെ ഇടയ്ക്ക് ഒരു ട്രെയിൻ കയറുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ചുറ്റിനും തേയിലപ്പാടങ്ങളാണ്. കാട് പോലത്തെ ഏരിയകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊരു കാടിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. മലകളുണ്ടല്ലോ, ചെത്തി ഇങ്ങനെ ഒരു ട്രെയിന് പോകാൻ വേണ്ടിയിട്ടുള്ള പാളങ്ങളാക്കിയേക്കുന്നതാണ്. അത് മലയുടെ ചെത്തിയതിൻ്റെ 2 വശങ്ങളാണ് നമ്മൾ ഈ ഇടയ്ക്ക് കാണുമ്പോൾ 2 ഭാഗങ്ങളിലായിട്ട് കാണുന്നത് കേട്ടോ. ട്രെയിൻ ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ പശ്ചിമഘട്ടമില്ലേ, പശ്ചിമഘട്ട മലനിരയുടെ ഏറ്റവും ടോപ്പിലൂടെ ഓടിച്ചാൽ എങ്ങനെയിരിക്കും, ആ ഒരു അതേ ഭൂപ്രകൃതി, അതേ വഴിയിലൂടെയാണ് കേട്ടോ വളഞ്ഞും തിരിഞ്ഞും ഇത് പോകുന്നത്. അങ്ങ് താഴെ, അങ്ങ് മലയുടെ കുറേ അധികം താഴെയായിട്ട് നമുക്ക് വേറെയും കുറേ ഗ്രാമങ്ങൾ കാണാൻ പറ്റും. നമ്മൾ കയറി വന്ന വഴികളാണോ ഇതെന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല. എന്നാലും കുറേ അധികം മേലെ കൂടിയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. നോക്കിയ കൊക്ക പോലുള്ള ഭാഗം, മേലെ കൂടെയാണ് ഈ ട്രെയിൻ ഓടുന്നത്. ശരിക്കും തീർച്ചയായിട്ടും ശ്രീലങ്കയിൽ വരുന്ന നിങ്ങൾ ശ്രീലങ്കയെ അറിയണമെങ്കിൽ ഇതുപോലുള്ള ഒരു ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെയും കൂടി സഞ്ചരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഹിൽ ഏരിയയിൽ, എങ്കിൽ മാത്രമാണ് നമുക്ക് ശ്രീലങ്കയുടെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക. ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സുന്ദരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജേർണിയെ. നിങ്ങൾ തമിഴ് പേസുന്നതാണ്, ഇവർ തമിഴാണ് കേട്ടോ സംസാരിക്കുന്നത്. ഉങ്ക വീടെങ്കിൽ തെലുതേശി, ഏത് സ്ഥലം എന്ന് എനിക്കറിയില്ല, ഇവിടെ അടുത്തുള്ള ഏതൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല ആളുകൾ, നല്ല സ്നേഹമുള്ള ആളുകൾ, നല്ല എന്താ പറയുക സുഖകരമായ യാത്ര, സന്തോഷകരമായ കാഴ്ചകൾ. വീണ്ടും കോട വന്നു തുടങ്ങി. ട്രെയിൻ പോകുന്ന വഴിയിലും മിസ്റ്റ് കോട വന്നു തുടങ്ങിയ ട്രെയിനിന്റെ തല മിസ്റ്റിനുള്ളിലോട്ട് കയറാൻ പോവാ. മഴയാണ്, മഴ. വെറുതെ മഴ നനഞ്ഞ് പനി പിടിപ്പിക്കണ്ട എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു കാഴ്ച കാണുമ്പോഴേ തല പുറത്തോട്ടിട്ടാതിരിക്കാൻ വയ്യ. എല്ലാവരും കുറേ ആൾക്കാർ ഇതങ്ങനെ സൈഡിൽ വന്ന് നിന്ന് പതുക്കെ ആ ഒരു മഴയെല്ലാം നനഞ്ഞ് എന്നെ പോലെ വല്ലാത്തൊരു തണുപ്പ് കേട്ടോ. നമ്മള് ചെറിയൊരു ടണലിലോട്ട് വന്ന് കയറിയതാണ്. പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. മഴയുടെ ആ ഒരു സൗമ്യ ഭാവം മാറിയിട്ട് ഇച്ചിരി രൗദ്രമായിട്ടുണ്ട്. പക്ഷെ അത് മഴയുണ്ട്, നമ്മുടെ ആ ഒരു ഭാഗത്ത് മഴയല്ല. അപ്പൊ എന്തായാലും നമ്മളതിൻ്റെ ഒരു ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഗ്ലാസ്സിന് ഉള്ളിൽ നിന്ന് കാഴ്ചകൾ കാണാം. ഇപ്പൊ ദീപ്തി പറഞ്ഞ സാധനമില്ലേ, ആ സ്റ്റേഷനിലേക്ക് നമ്മൾ വന്നെത്തി. പക്ഷെ തല പുറത്തിടാൻ പറ്റത്തില്ല, നല്ല മഴ. നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറ ഭാഗത്തേക്ക്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ വെള്ള കളറിൽ കാണുന്നില്ലേ, കുട്ടിയല്ല, അതിൻ്റെ അപ്പുറം ആ ഒരു ഭാഗത്ത് വെള്ളം വീണെടുക്കുന്നത്, അവിടെ നല്ല വ്യൂ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ആ വ്യൂ നമുക്ക് മിസ്സായി.
നല്ല ശാലീനതയുള്ള കുട്ടിക്ക് അല്ലേ? You can take over here. ഈ ഒരു ഭാഗത്തെ തമിഴ് സംസാരിക്കുന്ന ആളുകൾ ഡെനോസ് സിംഹള ഓൾസോ റൈറ്റ്? Yeah. And is it in your school now that mother tongue which languages are there? English is there, Sinhala, then Tamil also there. We used to study in Sinhala, Sinhala. but Tamil also available, Ah. English also available, but Tamil schools there, Sinhala schools are there, and Okay. also international schools also there. Uh-huh. So in international schools they use English, Okay. but in Tamil schools mostly Tamil people studies there, Okay. and we Sinhala people goes to Sinhala schools, and Okay. we There is an option is there for studying for in- Sinhala people for studying Tamil option is there. yeah, in medium also available, Sinhala medium and Tamil Tamil medium. medium. Yeah. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ലാംഗ്വേജിന്റെ ഒരു ഇത്. Which month is the rainy season here? Rainy season. Typically December, January, February. December, January, February. Yeah. That is the rainy season. That is also the very coldest here. Okay. What about the June, July in that time? May, June, July is normal. It's Normal. like summer. Oh, is it? Yeah. Oh, so here don't have monsoon. In May or not May, in June, July we have heavy rain. That is the monsoon season in our In Kerala. in Kerala. ഈ ഒരു ഭാഗത്ത് ശരിക്കും ജനുവരി, ഫെബ്രുവരി, ഡിസംബർ ആ ഒരു സമയത്തൊക്കെയാണ് നല്ല രീതിക്ക് മഴയുള്ളത്. ഈ ഒരു സമയം അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മഴയുടെ ടൈമല്ല, എന്നാൽ അത്യാവശ്യം മഴയുടെ ഒരു ടൈമാണ് കേട്ടോ. എന്നാൽ നല്ല രസമുണ്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഇതാണെങ്കിൽ ആ ഒരു മഴയുടെ തണുപ്പൊക്കെ അനുഭവിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനും കാഴ്ചകൾ കണ്ടു പോകാനൊക്കെ ആയിട്ട്. കുറച്ച് നേരം ഗ്ലാസ് അടച്ചിട്ടിട്ട് എനിക്ക് പുറത്തെ കാഴ്ച കാണുമ്പോൾ ഒരു സമാധാനമില്ല. ഞാൻ വീണ്ടും ഗ്ലാസ് തുറന്നു കേട്ടോ, ഇനിയാണ് അങ്ങോട്ട് നനയട്ടെന്ന് വിചാരിച്ചിട്ട്. തേയിലപ്പാടങ്ങൾ മാത്രമല്ല, നമ്മൾ ഇന്നലെ വരുമ്പോൾ കണ്ടില്ലായിരുന്നു പൈൻമരക്കാടുകൾ, അതുമുണ്ട്. പൈനല്ല, ഇത് യൂക്കാലിപ്സ് അല്ലേ, യൂക്കാലിപ്സിന്റെ കാടുകളും ഈ ഒരു പോണ വഴിയിലുണ്ട്. There is a tunnel. Yeah, I can see. അടുത്ത You can come ടണല് over here. അടുത്ത ടണല് വരുന്നുണ്ട്. അതാണ് ടണല്. അടുത്ത ടണലുകളാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. നമ്മളുടെ കൊങ്കൺ പാതയിലൊക്കെ ഉള്ള പോലെ ചെറിയ ചെറിയ ടണലുകൾ, കാടുകൾ, വൈൽഡ്നെസ്. ഞങ്ങൾ ഈ ഒരു കൊക്കയുടെ ഭീകരത എത്രത്തോളം ഉണ്ടെന്നുള്ളത് തിരിയണമെങ്കിൽ ഇങ്ങനെ അറ്റത്ത് വന്നേക്കണം കേട്ടോ. ഇതുണ്ട്, നാട്ടിലേക്ക് വലിയ കൊക്കയാണ്. ചെറിയ പാലങ്ങളൊക്കെ, ഇപ്പൊ ഒരു പാലമാണ് കണ്ടത്. പാലങ്ങളൊക്കെ ഇവിടെയുണ്ട്. മഴ അത്യാവശ്യം നല്ല മഴയായി, അത്യാവശ്യം കാറ്റുമായി തുടങ്ങിയെന്നുള്ള സംശയം. ട്രെയിൻ പോകുന്നത് കൊണ്ട് ഫീൽ ചെയ്യുന്നതാണോ അറിയില്ല. പുറത്തതൊക്കെ കൊണ്ടിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അന്നേരം അത് നമ്മളുടെ ചെമ്മീൻ ഇട്ടിട്ടുള്ള വടയുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ പറഞ്ഞു. യെസ്, ഓക്കെ. ഞാനിവിടെ വന്നപ്പോൾ മാലുണ്ടല്ലോ, എന്നെ ഒന്നിനും പേ ചെയ്യാൻ സമ്മതിക്കാതെ ഫുള്ള് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ, But I will take care of you. ഇവിടുത്തെ ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ഗസ്റ്റാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുക്കാനായിട്ട് ചാടി വന്നാലും അപ്പം എല്ലാത്തിനും പേ ചെയ്യേ. യു ഷുഡ് വിസിറ്റ് കേരള വൺസ്. I'm always. I'm trying to do that. Okay. One day definitely I will come. Yeah, when I am there, you should definitely come there. Okay. It's my one of dreams. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റോട് ഞാൻ പറയാം. ചെമ്മീന് നടുക്ക് വെച്ചിട്ടുള്ള പരിപ്പോട് കേട്ടോ. പരിപ്പോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളടുത്ത ഓഹിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് വന്നു. ആക്ച്വലി ഉണ്ടല്ലോ, ഇവരുടെ വീടിൻ്റെ നിയർ ബൈ സ്റ്റേഷൻ ഇതാണ്. ഇവിടെ നിന്ന് ശരിക്കും നമ്മൾ അത്രയും ദൂരം പോയിട്ടാണ് അവിടെ നിന്ന് ട്രെയിൻ കയറി ഈ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് കേട്ടോ. ട്രെയിനിലുണ്ടല്ലോ തമിഴിലും അതുപോലെ തന്നെ സിംഹളയിലും അനൗൺസ്മെൻ്റ് ഉണ്ട്, ഇംഗ്ലീഷിലുമുണ്ട് കേട്ടോ. നമ്മളൊരു ബ്രിഡ്ജിലേക്കാണ് കേട്ടോ അടുത്ത വന്ന് കയറിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ ബ്രിഡ്ജാണ്.
ഒരു 9 ആർച്ച് ബ്രിഡ്ജിനേക്കാളും ഹൈറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നോക്കി നിങ്ങൾ, നിബിഡ വനം, ആ ഒരു നിബിഡ വനത്തിന് നടുവിലൂടെ ഒരു പാമ്പിനെ പോലെ നുഴഞ്ഞ് നമ്മളുടെ ട്രെയിൻ കയറി പോകുന്നു. ഇതൊക്കെ റെയിൽവേ ജീവനക്കാർ താമസിക്കുന്ന അവരുടെ ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ. അത് അതിർത്തിയൊക്കെ ഇതാ കപ്പൊക്കെ കെട്ടി ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും അവിടെ ഒന്നും താമസിക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് ശരിക്കും പാമ്പ് വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന പോലെ തന്നെ ചുറ്റിയാണ് കിടക്കുന്നത്. ഇവിടുത്തെ പോകുന്ന ട്രെയിനിനും ഒരു സ്പീഡിനൊക്കെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് മാക്സിമം ഒരു 30 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുള്ളൂ എന്ന് തോന്നുന്നു. വലിയ കാറ്റ് പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോകുന്ന പോലെ അത്ര വലിയ സ്പീഡിലൊന്നും അല്ല ഇത് പോകുന്നത്. അമ്മേ കൊമ്പ്, ആ ഇടയ്ക്ക് ചെറിയ കൊമ്പ് വരും, അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. യെസ്, ടണലാണോ അടുത്തത്? ആന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ ഒരു ടണലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇതാ ട്രെയിന് സിഗ്നൽ കാണിച്ച് നിർത്തിയിട്ടുണ്ട്. എന്തോ സംതിങ് ടണലിലുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ വിടും, ഡോണ്ട് വറി. റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടി ഇതാ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകുന്നുണ്ട്. ട്രെയിൻ പതുക്കെ ഉണ്ടല്ലോ ആ ടണലിനുള്ളിലേക്ക് കറക്കി എന്നല്ല പറഞ്ഞാൽ അനക്കി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പോലെ പറ്റിയേ? എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മളുടെ ഈ ഒരു ടണലിൻ്റെ അവിടെയും ആളുകളുണ്ട് കേട്ടോ. ഈ ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട് ടണൽ ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇവരിപ്പോൾ എങ്ങനെ അറിയും? ടണലിൻ്റെ ഭാഗത്ത് ഈ ഉള്ളതുണ്ടല്ലോ പാറയാണ് കേട്ടോ. കണ്ടോ നിങ്ങൾ, പാറ തുളച്ചിട്ടാണ് ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്, മണ്ണല്ല. ആളുകളെ കൂകുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ്. എന്താണെന്ന് അറിയാവോ? ഈ ഇപ്പം മഴ പെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതിനുള്ളിൽ കൂടി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവർ പതുക്കെ എടുത്തേക്കുന്നതാണ് കേട്ടോ. ടണലിൽ കൂടിയുള്ള സ്പീഡ് അങ്ങോട്ട് കുറച്ച്. ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടി ഇതുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളുടെ വവ്വാലുകൾ ഈ ട്രെയിനിനെ പാസ് ചെയ്ത് കയറി വരുന്നുണ്ട്. കാരണം ഇത്ര സ്ലോയിൽ പോകുന്ന സമയത്ത് ഉള്ളിൽ നിറച്ച് ഇതിൻ്റെ പുക നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുക അതുങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അതുങ്ങൾ ഇതുണ്ട്, ടണലിൻ്റെ ഉള്ളിൽ കുറച്ച് പുകയായിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ട് ചാടി വരുന്നതാണ്, അതും കാണാം. ട്രെയിനിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇടയ്ക്ക് ഇതുകൾ കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതുണ്ടോ 2 പറവകൾ. അയ്യോ, ഇതെന്ത് ചെയ്യും ഇപ്പോൾ? ഇവർ വെളിച്ചം കണ്ട സ്ഥലത്തേക്കാണ് അവർ പറക്കുന്നത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുങ്ങൾ ആ ലൈറ്റാണ് വിൻഡോ എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. നമ്മളെന്തായാലും ഈ ട്രെയിനിലുണ്ടായിരുന്ന ഫാന് അത് നിങ്ങൾക്ക് ഡേഞ്ചറാണ്, അത് ഓഫ് ചെയ്തു. അത് നിങ്ങൾ പുറത്തോട്ട് പറന്നു പോയി കേട്ടോ. എല്ലാവരും വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഒരു സമാധാനം. നല്ല കളർഫുള്ളായിട്ടുള്ള ഭംഗിയുള്ള കൊടും കാട്ടുകൾ. ആ ഒരു ഭാഗം നമ്മളുടെ സ്റ്റേഷൻ ഇനിയിപ്പം അടുത്തതാണ് കേട്ടോ. അത് അവിടെ നമ്മൾ ഇറങ്ങും. ആ പറഞ്ഞ ഏറ്റവും ഹൈറ്റിലുള്ള സ്റ്റേഷൻ. താഴ്വാരത്തെ പതുക്കെ അതാ കോടമഞ്ഞ് മൂടുന്നുണ്ട്. ആ ടണൽ കടന്ന് ഇപ്പോൾ എത്തിയപ്പോഴത്തേക്കും തന്നെ റോഡോഡെൻഡ്രോണൊക്കെയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. 6226 അടി ഉയരത്തിൽ കേട്ടോ. സബ്മിറ്റ് പോയിന്റ് എന്നുള്ളൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ബോർഡ് മിസ്സായി. റോഡോഡെൻഡ്രോൺ അത്യാവശ്യം നല്ലോണം പൂത്തിട്ടുണ്ട്. ആ ചുവന്ന കളറിൽ നിങ്ങൾ കണ്ടത് റോഡോഡെൻഡ്രോൺ ആണ് കേട്ടോ. ശരിക്കും നമ്മളുടെ ഊട്ടിക്കല്ലേ, ഊട്ടിയുടെയൊക്കെ ഏകദേശം ആ ഒരു ഭൂപ്രകൃതി, ഊട്ടിയുടെ അതേ ക്ലൈമറ്റ്, ഊട്ടിയുടെ അതേ തണുപ്പ്. പൂക്കൾ, ഇത് പൂക്കൾ കൃഷി ചെയ്യുന്നതല്ല, ഇതുണ്ടോ അത് അവിടെ ഉണ്ടായിരുന്ന ക്യാബേജ് കൃഷിയാണ്. ഇവിടെയെല്ലാം കൃഷികൾക്ക് എന്തെല്ലോ കൃഷികൾ വരുന്നുണ്ട്. ഇതൊരു വീടാണ് കേട്ടോ ആ കാണുന്നത്. വീടിനോട് ചേർന്നിട്ട് ഇതാ ഈ ഒരു പൂക്കൾ ഇവിടെ കോമൺ ആണ്. അസൽ ഊട്ടി തന്നെ. നോക്കി, നമ്മൾ നമ്മളുടെ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പട്ടിപ്പോള. ഞാൻ ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ചോദിക്കട്ടെ. Have any meaning of that name, Patipola? What? What is its meaning? Is it have any meaning? No, it's actually a Sinhala name. Just ഒരു സിംഗിള നെയിം മാത്രമാണ് കേട്ടോ. ബട്ട് ഇൻ മലയാളം
ഡു യു നോ പട്ടി മീൻസ് No. ഡോഗ്? Dog. യാ, Oh. Well, in Sinhala we say balla. ബല്ല. Yeah. ഓക്കെ, അങ്ങനെയാണ് പട്ടീനെ വിളിക്കുന്നത്. ഇത് പറഞ്ഞിരുന്നിട്ട് ഇറങ്ങാൻ മറന്നുപോയി. ഓക്കെ, നമ്മൾ ഇറങ്ങി. ഇതാണ് പട്ടിപ്പോള സ്റ്റേഷൻ. യെസ്, നൈസ്. പൂക്കൾ സ്റ്റേഷൻ്റെ ഉള്ളിലും പൂവാണ് കേട്ടോ, മൊത്തത്തിൽ പൂവാ. ഇതിലാണ് നമുക്കിനി പോകേണ്ടത്. ദിസ് വേ, Yes. ദാറ്റ് വേ. അതാ ദ ഹയസ്റ്റ് ലൊക്കേറ്റഡ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ശ്രീലങ്ക. 6204 ഫീറ്റ്, 1891 മീറ്റർ. കണ്ടില്ലേ നിങ്ങൾ? നമ്മളത് നേടിയിരിക്കുന്നു. ശ്രീലങ്കയുടെ ഏറ്റവും ഹൈറ്റിലുള്ള സ്റ്റേഷൻ. Yeah. അപ്പം 1,890 meters. എന്തായാലും ഉണ്ടല്ലോ, ശ്രീലങ്കയിലെ ഏറ്റവും ഹൈറ്റുള്ള സ്റ്റേഷനിൽ വെച്ചിട്ട്. സോ വി ആർ ജസ്റ്റ് സ്റ്റോപ്പിംഗ് അവർ എപ്പിസോഡ് നൗ, ജസ്റ്റ് ക്ലോസിങ്. ഓക്കെ, അപ്പോൾ ഉണ്ടല്ലോ, എന്തായാലും നമ്മുടെ ശ്രീലങ്കയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് 30 മിനിറ്റിന് മേലെ ആയിട്ടുണ്ട്. അപ്പം നിർത്തുകയാണ്. അപ്പം ഇനിയുണ്ടല്ലോ, നമ്മളുടെ കവി അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടോ, അതിനിപ്പോൾ അടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുണ്ടല്ലോ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ആണ്. ബൈ ബൈ, Bye. നോട്ട് ഹൈ, ബൈ. Bye. സ്നേഹം മാത്രം കേട്ടോ. ക്യാൻ യു സേ സ്നേഹം മാത്രം? Sneha. സ്നേഹം മാത്രം. Sneha matram. യെസ്, ഇറ്റ് മീൻസ് ലവ് ഓൺലി. Okay. Bye. ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കി കാണാൻ പറ്റും. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ ബൈ. അതങ്ങനെ കൊടുത്തിട്ട് പോകണം അല്ലേ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.